want to become a physicist? നിങ്ങൾക്കൊരു ഊർജ്ജതന്ത്രജ്ഞനാകണോ? എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുകൾ നേടാനുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇത്രയും അറിവുകൾ 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്ന്? ഒരിക്കലുമില്ല. അതിന് നിങ്ങൾ പിന്നെയും പിന്നെയും പഠിക്കേണ്ടി വരും. പക്ഷേ ഇതുവരെ നടന്നിട്ടുള്ള എല്ലാത്തിനെയും നമുക്ക് ഒരു പരിധിവരെ ചുരുക്കാനാകും. അതായത് എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ അറിവുകളും വിവരിക്കാൻ കഴിയുന്ന നിയമങ്ങൾ കണ്ടെത്തുക. പക്ഷേ യാതൊന്നും പറയാതെ ഈ നിയമങ്ങൾ മാത്രം കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഈ വിഷയം എന്ത് ബുദ്ധിമുട്ടുള്ളതായി തോന്നിപ്പോകും. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്തുകൂടെ? ആദ്യം നിയമങ്ങൾ പറയുക, പിന്നെ അതിൻ്റെ സ്വഭാവരീതി വിശദീകരിച്ച് അങ്ങനെ ഫിസിക്സ് പഠിക്കാം. നിയമങ്ങൾ പഠിച്ചിട്ട് ബാക്കിയെല്ലാം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇതൊരു എളുപ്പപ്പണിയാവും. അങ്ങനെ ചെയ്യാൻ കുറേ സമയമൊന്നും വേണ്ട, 4 വർഷവും വേണ്ട, വെറും 4 മിനിറ്റ് മാത്രം. ഇപ്പോൾ ഏകദേശം ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഫിസിക്സ് പഠിച്ചിട്ട് നമുക്കൊരു സയൻറ്റിസ്റ്റ് ആവാനൊന്നും പറ്റില്ല. കാരണം എന്താണെന്നോ? നമുക്ക് എല്ലാ നിയമങ്ങളും അറിയില്ല. പിന്നെ ചില നിയമങ്ങൾ പറയാൻ കുറേ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് വേണ്ടിവരും. അതായത് ഒരു വാക്ക് എന്തർത്ഥമാക്കുന്നുവെന്നറിയാൻ കുറേ മുന്നൊരുക്കം വേണ്ടിവരും. അപ്പോൾ അതും നടക്കുന്ന കാര്യമല്ല. പിന്നെയുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്ന പോലെ നിയമങ്ങളെല്ലാം ഊഹങ്ങളാണ്. അതായത് നമ്മൾ പഠിക്കുന്നത് പിന്നെയും പഠിക്കാനായിട്ടാണ്. അപ്പോൾ പിന്നെ ഈ ഊഹങ്ങളെല്ലാം നമ്മൾ നിയമമാക്കിയത് എങ്ങനെയാണ്? അതിനാണ് എക്സ്പെരിമെൻറ്റ്സ്. ദ ടെസ്റ്റ് ഓഫ് ഓൾ നോളജ് ഈസ് എക്സ്പെരിമെൻറ്റ്സ്. പരീക്ഷണം നമുക്ക് നിയമങ്ങൾ തരുന്നു. പക്ഷേ എവിടെയാണ് അറിവിൻ്റെ ഉത്ഭവം? പരീക്ഷിക്കപ്പെടേണ്ട നിയമങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? പരീക്ഷണം നമുക്ക് സൂചനകൾ തരുന്നു. ഈ സൂചനകൾ ഉപയോഗിച്ച് നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഈ സൂചനകളിൽ നിന്ന് നിയമങ്ങൾ ഉണ്ടാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നല്ല ഭാവന വേണം. അതിൻ്റെ അടിയിലുള്ള അത്ഭുതകരമായ, എളുപ്പമുള്ള പക്ഷെ വളരെ അപൂർവമായ പാറ്റേൺസ് ഊഹിക്കാനും നമ്മൾ ശരിയായ ഊഹമാണോ നടത്തിയതെന്നറിയാൻ പിന്നീട് പരീക്ഷിക്കാനും. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് മരങ്ങൾ ഇലകൾ പൊഴിക്കുന്നതും പഴങ്ങൾ താഴോട്ട് വരുന്നതും. അത് കണ്ടിട്ടും നമുക്ക് ഇതിനു പിന്നിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണമാണെന്നൊന്നും തോന്നിയില്ല. അങ്ങനെ ചിന്തിക്കുക അത്ര എളുപ്പമുള്ള ജോലിയുമല്ല. അതുകൊണ്ട് ഇവിടെയാണ് ഫിസിക്സിലെ ജോലിയുടെ ഒരു ഭാഗം. പരീക്ഷണങ്ങൾ ചെയ്യാതെ ചിന്തിക്കുകയും നിർമ്മിക്കുകയും ഊഹിക്കുകയും ചെയ്യുന്ന സിദ്ധാന്തപരമായ ഊർജ്ജതന്ത്രജ്ഞരും ഇവിടെയുണ്ട്. പരീക്ഷിക്കുകയും ചിന്തിക്കുകയും നിർമ്മിക്കുകയും ഊഹിക്കുകയും ചെയ്യുന്ന എക്സ്പെരിമെൻ്റൽ സയൻറ്റിസ്റ്റും ഇവിടെയുണ്ട്. ബാക്കി ഇനി പിന്നെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തോളൂ. പുതിയ വീഡിയോസ് ഇനി കിട്ടാനായിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. ഓക്കെ.